വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് വലിയ വിവാദമായ പുസ്തകമാണ് മുൻ സൈനിക മേധാവി എം നരവരയുടെ പുസ്തകം. 4 Stars of Destiny എന്ന പേരിലുള്ള വിവാദ പുസ്തകം ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ അതിതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല, അതിന്റെ കോപ്പികളൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്നായിരുന്നു അതിന്റെ പബ്ലിഷേഴ്സായ പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനിടയിലാണ് ഈ പുസ്തകം ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സർക്കാർ അനുമതി നൽകും മുൻപാണ് പുസ്തകം വിപണിയിലെത്തിയത്. ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന പെൻഗ്വിൻ ബുക്സിന്റെ വാദത്തിനിടെ പുസ്തകം പുറത്തു വന്നതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു വരികയാണ് ഡൽഹി പോലീസ്. വിശദാംശങ്ങളുമായി ഡി ധനസുമോദ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, ഈ പുസ്തകം എങ്ങനെ വിപണിയിലെത്തി എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലിപ്പോൾ ഡൽഹി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ? ഡൽഹി പോലീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഈ പുസ്തക വിതരണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാര്യം പെൻഗ്വിൻ ബുക്സ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രസാധകരാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പബ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പതിപ്പുകൾ ഇറക്കിയിട്ടില്ല, PDF ഇറക്കിയിട്ടില്ല, പുസ്തകം ഇറക്കിയിട്ടില്ല. ഇതിൻ്റെ അനുമതി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി കാത്തിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം സാധാരണ അനുമതി കൊടുക്കുന്നത് അവരുടെ 2 വർഷം കഴിഞ്ഞിട്ടാണ് സാധാരണ അനുമതി കൊടുക്കാറുള്ളത്. പക്ഷെ അപ്പോൾ പോലും ഈ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഉന്നത സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്, ഒരു 2 വർഷം എന്നുള്ളത്. അതിനുശേഷമാണ് പുസ്തകം പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ സൈനിക മേധാവി, മുൻ മേധാവി ഏതെങ്കിലും തരത്തിലുള്ള മറ്റു സൈനികേതര കാര്യങ്ങളിൽ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ രീതിയിലേക്കുള്ളൊരു കൂളിംഗ് പീരീഡാണ് ഈ 2 വർഷം. പക്ഷേ അതിനുള്ളിൽ തന്നെ പുസ്തകം ഇറങ്ങിയത് എങ്ങനെ എന്നുള്ളതാണ് ആലോചന. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പുതിയ വാർത്ത വിദേശ രാജ്യങ്ങളായ കാനഡയിൽ അടക്കമാണ്, കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇതിൻ്റെ ഒരു പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം വിശദമായ രീതിയിൽ വിദേശ ബന്ധങ്ങൾ, വിദേശ സ്രോതസ്സുകൾ, ഇതെങ്ങനെയാണ് ഇത് പുറത്തിറങ്ങിയത് എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിനെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇതിൻ്റെ പിന്നാലെയാണ് ഇതെങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലടക്കം ഇത് അനുമതി ലഭിക്കാതെ പുറത്തിറങ്ങിയത് എന്നുള്ളൊരു കാര്യമാണ് അവർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും കേന്ദ്രാനുമതി ലഭിക്കാതെ എങ്ങനെ പുസ്തകം ഇറങ്ങി എന്നത് പരിശോധിക്കുകയാണ് ഡൽഹി പോലീസ്. സുമോദ്, ഒന്ന് തുടരുക, ഞാൻ വരാം.